ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 30-ാം തീയതി തിങ്കളാഴ്ച ദിവസം, 1200-ാം ആണ്ട് കന്നിമാസം 14-ാം തീയതി, ഇന്ത്യൻ തീയതി അശ്വിന മാസം 8-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:11 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. നാളത്തെ തിഥിക്കൊരു പ്രത്യേകതയുണ്ട്. പ്രദോഷ വ്രതം എടുക്കേണ്ടിയവർ നാളെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്. പ്രദോഷ സന്ധ്യാവ്രതം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നാളത്തെ തിഥി പകൽ മുഴുവൻ വ്രതം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഓരോരുത്തരുടെ മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നാളെ എന്തായാലും പ്രദോഷ സന്ധ്യാവ്രതം എടുക്കണമെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്ത് പ്രദോഷ സന്ധ്യാവ്രതം എടുക്കുക. അതുപോലെ തന്നെ പകൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. കാര്യവിജയം, മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മുമ്പിൽ അവരവരെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ധ്യാനിക്കുക. അപ്പോൾ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ത്രയോദശി തിഥിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നാളത്തെ ദിവസം അത് ചെയ്യുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ 6:30 തിങ്കളാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള 6:30 പൂരം നക്ഷത്രം ആരംഭിക്കുന്നത്. പൂരം നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 9:08 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചിങ്ങക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നാളത്തെ ദിവസം പൂരം നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പൂരം നക്ഷത്രപ്രകാരം അനുകൂലമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസത്തെ നല്ല അനുഭവങ്ങളെ സ്വന്തമാക്കുക, അത് പ്രയോജനപ്പെടുത്തുക. നാളത്തെ ദിവസം അവർ നേടാവുന്ന കാര്യങ്ങളൊക്കെ നേടി ജീവിത വിജയം നേടണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, നാളത്തെ ദിവസം 27 നക്ഷത്രങ്ങളിൽപ്പെട്ട 7 നക്ഷത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ മറുപടിയായിട്ട് പറയുന്നത്, നാളത്തെ ദിവസം തിരുവോണം, ആയില്യം, പുണർദം, മകയിരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. നാളത്തെ ഏതൊരു കാര്യങ്ങളും ഏർപ്പെടുമ്പോഴും ഇന്ന് എനിക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്നെ അതിയായി സ്നേഹിക്കുന്നവർ എന്നെ ദ്രോഹിക്കുവാൻ സാധ്യതയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നവർ എന്നെ ചതിക്കുവാൻ സാധ്യതയുണ്ട്, എനിക്ക് പരാജയം വന്ന് ധനനഷ്ടം വന്ന് മാനഹാനി, ദുഃഖം എന്നിവയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജ്യോതിഷം അത് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു. സൂക്ഷിക്കണം. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടൊരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഏർപ്പെടുക എന്ന് ജ്യോതിഷം പറയുന്നു. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് 7 ഈ പറഞ്ഞ 4 നാളും പോയിട്ട് 11 നാളും പോയിട്ട് 16 നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ സമ്മിശ്രമായ ഫലങ്ങൾ, അനുകൂലവും പ്രതികൂലവും, അതായത് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയം നല്ല സമയമാണ്. ഈ സമയത്തെയാണ് ശുഭസമയം എന്ന് പറയുന്നത്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 10:44 മുതൽ ഉച്ചകഴിഞ്ഞ് 3:14 വരെയുള്ള സമയമാണ്. ആ സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു. ആ സമയവും നോക്കി നല്ല പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഏതൊരു കാര്യവും ചെയ്താൽ അതിൻ്റേതായ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതിയാണ്. നാളത്തെ തീയതി 30 ഒറ്റസംഖ്യ ആക്കണം, 3 വരും. അങ്ങനെ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയെന്ന് ജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷമാണ് പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ, അതായത് ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരിഹാരം പറയുന്നത് നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അത് ഏത്
എങ്ങനെയുള്ളവർ ആയിരിക്കണം അത് ധരിക്കണമെന്ന് പറയുന്നത് നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ നേട്ടമുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ പേരിൽ ഈ അക്ഷരങ്ങളില്ലാത്തവർ ആണെങ്കിൽ നാളെ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നിറങ്ങൾ നിങ്ങളെ സ്വാധീനിച്ച് നല്ല അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്കും തെറ്റുപറ്റാം. ഞാൻ എല്ലാ ദിവസവും എല്ലാവർക്കും പ്രതികൂലങ്ങളൊക്കെ പറയുന്ന ആളല്ലേ. അപ്പോൾ ഞാനും ഒരു മനുഷ്യനല്ലേ, ഒരു നക്ഷത്രത്തിൽ ജനിച്ച ആളുമല്ലേ ഞാനും. അപ്പോൾ എനിക്കും പ്രതികൂലങ്ങളൊക്കെ പറ്റാം. ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് തെറ്റുപറ്റി, അതിന് മുമ്പ് ഒരു തെറ്റുപറ്റി. അതൊക്കെ മനുഷ്യ സഹജമാണ്. പ്രിയപ്പെട്ടവരൊക്കെ വലിയ ചർച്ചയ്ക്കൊന്നും എടുക്കാതെ അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാതെ സൂക്ഷ്മ പരിശോധനയ്ക്കൊന്നും വിടേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് സാങ്കേതികമായിട്ടുണ്ടാകുന്ന തകരാറാണ്. ഞാൻ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫോൺ മുഖേന നമ്മൾ കൈൻ മാസ്റ്റർ എന്ന ആപ്പിൽ കൂടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ തെറ്റുപറ്റാം. യൂട്യൂബിൽ ചെന്ന് കഴിയുമ്പം നമ്മളത് അവിടെ എൻ്റെ ഓരോ ദിവസവും വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ അവർ കാണിച്ചു തരുന്നതിനകത്താണ് തമ്പനയിൽ ചേർക്കുന്നത്. അങ്ങനെയൊക്കെ പറ്റാം. അത് സാങ്കേതികമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നും അല്ല, അത് ടെക്നിക്കലായിട്ടുള്ള പിഴവുകളാണ്. നമ്മൾ ഓരോ ദിവസവും എന്തുമാത്രം കാര്യങ്ങളിൽ പിഴവ് സഹിക്കുന്നു. നമ്മുടെ ഫോൺ അല്ലേ, ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മൾ ഫോൺ വിളിച്ചാൽ കോള് പോകത്തില്ല, ഫോണിനകത്ത് ഒരു അനക്കം ഉണ്ടാകത്തില്ല. അതെന്താണ്? ടെക്നിക്കൽ സാങ്കേതികമായുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറ്റം പറയാൻ പറ്റുമോ? ആരെ കണ്ട് കുറ്റം പറയാനാ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രതികൂലത്തിൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന എനിക്കും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വരാം. ഞാനൊരു മനുഷ്യനാണ്. 27 നക്ഷത്രത്തിൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന പോലെ നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് മറന്നു പോകും. ഒട്ടുമിക്ക ആൾക്കാരോട് ഞാൻ ഈ പ്രതികൂലമെന്ന് പറഞ്ഞാലും ആ ദിവസം, ഇപ്പോൾ നാളെ പ്രതികൂലമെന്ന് പറഞ്ഞ ആൾക്കാർ നാളെ പ്രതികൂലമാണെന്നുള്ളൊരു അനുഭവം ചിലപ്പോൾ ഓർമ്മയിൽ വന്നെന്ന് വരത്തില്ല. അറിയാതെ പോയി പ്രശ്നങ്ങളിൽ ചാടും അല്ലേ. അങ്ങനെ ചാടണം, എങ്കിലല്ലേ ജ്യോതിഷം സത്യമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മനുഷ്യർക്ക് തിക്താനുഭവങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ പോലെ എനിക്കും വരും. ഞാനും അതിൽ വേദനിക്കുന്നു, വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്നിലും വന്നു ചേരുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, അത് വളരെ ഒരു സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി, സ്നേഹമുള്ള മനോഭാവത്തോടു കൂടി എന്നോട് സഹകരിക്കുക. ഓക്കെ, നമുക്കിനി നമ്മുടെ നാളെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നാളെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ നോക്കി നമുക്ക് ചിന്തിക്കാം. കാരണം നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. പക്ഷേ നാളെ ചന്ദ്രൻ ബലമില്ലാത്തൊരവസ്ഥയിൽ, അമാവാസിയോട് അടുക്കുമ്പോൾ ചന്ദ്രന് ബലമില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതേസമയത്ത് പൂർണ്ണ നിലാവുള്ള ചന്ദ്രൻ നല്ല പ്രകാശം പരത്തുന്നത് പോലെ പൂർണ്ണ ബലവാനായ ചന്ദ്രൻ, ബലമുള്ള ചന്ദ്രനാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു. നമുക്ക് നല്ല ആരോഗ്യം വരുന്നു, സൗഭാഗ്യം തരുന്നു, സമ്പത്ത് തരുന്നു, ജോലി തരുന്നു, കുടുംബസുഖം, ദാമ്പത്യ സുഖം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളെല്ലാം നമുക്ക് തരുന്നു. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നല്ല ഹാപ്പിയായിട്ട് പോകാൻ സഹായിക്കുന്നൊരു ഗ്രഹമാണ്. എന്നാൽ ബലമില്ലാത്ത അവസ്ഥയിൽ കൂടി, ഇപ്പോൾ ധനമില്ലാത്തൊരവസ്ഥയിൽ കൂടി പോകുന്ന, അല്ലെങ്കിൽ ധനമില്ലാത്തൊരു വ്യക്തി നമ്മളെ ധനപരമായിട്ട് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെ നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അമാവാസിയോടനുബന്ധിച്ച് പോകുന്നതിനാൽ ബലമില്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രഹമുണ്ട്. ചന്ദ്രൻ നാളെ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയിലാണ്. പൂരം നക്ഷത്രത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. ഈ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം, വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം തനിച്ച് നിൽക്കുന്നു. ആരും കൂടെ നിൽക്കുന്നില്ല, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രന് ബലം വരും അല്ലേ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നോക്കി, പോലീസ് സേനയിൽ സ്വാധീനമുള്ള ഒരാൾ നാട്ടിൽ പ്രമാണിയായിട്ട് ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും SIയോ DYSPയോ SPയോ അല്ലെങ്കിൽ അധികാരമുള്ള, ഉന്നത അധികാരമുള്ള ഒരു ജോലിയിലൊക്കെ ഇരുന്നാൽ അവർക്ക് അതിൻ്റേതായ ഒരു സ്വാധീനമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ള, ചന്ദ്രൻ സ്വാധീനിക്കുന്ന വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അത് ചന്ദ്രനെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടമാണ്. അപ്പോൾ ചന്ദ്രന് ബലമില്ലെങ്കിലും സ്വമേധയാ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചന്ദ്രന് ബലം വന്നു ചേരുന്നു. അപ്പോൾ ആ ബലം 27 നക്ഷത്ര ജാതകർക്കും പല വിധത്തിൽ ചന്ദ്രൻ പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് എങ്ങനെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരെ സംബന്ധിച്ച് അവിടെ 5ാം ഭാവത്തിലാണ്, ത്രികോണ ഭാവം എന്നാണ് ജ്യോതിഷം പറയുന്നത്. 5ാം ഭാവത്തിന് ത്രികോണ ഭാവം എന്ന് പറയുന്നത്. ത്രികോണ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഈ ചന്ദ്രന് പ്രചോദനം കൊടുക്കുന്നത് വ്യാഴം എന്ന് പറയുന്ന
ഗ്രഹമാണ് ശക്തി കൊടുക്കുന്നത്. അപ്പോൾ വ്യാഴം ഇവർക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഇവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്, കാര്യവിജയമുണ്ട്, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അല്ല എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. പിതാവിനെ കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരേണ്ട സമയമാണ്. എന്നാൽ പിതാവിനെ കൊണ്ട് കാര്യമായ നേട്ടം ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല, തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. കാരണം മറ്റ് ചില ഗ്രഹങ്ങളുടെ ഇടപെടൽ മൂലം ചില കാര്യങ്ങളിൽ തടസ്സമൊക്കെ ഉണ്ടാകുമെങ്കിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ദശാകാല സംബന്ധമായിട്ടുള്ള ദോഷം അനുഭവിക്കുന്നവർക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നാളത്തെ ചാരവശാലുള്ള ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകൾക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു 70% നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. ഒരു 30% തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. മാനസികമായി അത്ര ഫിറ്റാകണമെന്നില്ല, ശാരീരികമായും അത്ര ഫിറ്റാകണമെന്നില്ല, തൊഴിൽപരമായും അത്ര ഫിറ്റാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള തൃപ്തികരമായ അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കണം, 7-ൽ ശുക്രൻ നിൽക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം വേണം. ചുമ്മാതെ വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നല്ല വാക്കുകളാൽ സംസാരിക്കുകയും നല്ല മുഖഭാവത്തോടു കൂടി ചിരിച്ചുകൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ മേടക്കൂറുകാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കുക. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രൻ 4ാം ഭാവത്തിൽ നിന്നാൽ ജ്യോതിഷം പറയുന്നത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം, മാതൃഗുണം, മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. പക്ഷേ ബലമുള്ള ചന്ദ്രനല്ല, അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് ജ്യോതിഷം പറയുന്നു. അങ്ങനെ ഉള്ള നേട്ടങ്ങൾ, അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പം കുടുംബത്തിൻ്റെ ധനം എന്നിവയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവിടെ ചൊവ്വയാണ് നിൽക്കുന്നത്. അത് അത്ര അനുകൂലമായ ഒരു കാര്യമല്ല. കുടുംബത്തിൽ ധനസ്ഥിതിയും അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഭാഗ്യക്കേടുകൾ, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാവുന്നൊരു സമയമാണ്. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കൂടുതലായിട്ടും അവർക്ക് നാളത്തെ ദിവസം നേട്ടം വന്നു ചേരുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് അവർക്ക് അനുകൂലമായിട്ടുള്ളത്. ഇപ്പം അവരുടെ 10ാം ഭാവത്തിലാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. തൊഴിൽപരമായ നേട്ടമാണെങ്കിലും സ്ഥിരമായ ഒരു ജോലി ഈ ശനി കൊടുക്കണമെന്നില്ല. എങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭവം, തൊഴിൽപരമായിട്ടുള്ള ഒരു മെച്ചപ്പെട്ട അനുഭവം പ്രതീക്ഷിക്കാം. അപ്പോൾ തൊഴിൽ ഗുണം ഉണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കുക. പിന്നെ അവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും മാതൃഗുണവും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ്. പിന്നെ പിതാവിനെ കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. കാര്യവിജയം ഉണ്ടാകാം, അത് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ബുദ്ധിശക്തി കൂടുതൽ വന്നു ചേരാം, പക്ഷേങ്കിൽ അത് ഉപകാരപ്പെടണമെന്നില്ല. പുത്രദുഃഖാനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് 3ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 3ാം ഭാവത്തിൽ നിന്നാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടം, ദാമ്പത്യ ജീവിത വിജയമൊക്കെ അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഈ ചന്ദ്രന് ബലം കൊടുക്കുന്ന വ്യാഴം 12-ൽ നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം ഇതിനെക്കുറിച്ചുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവർ നിരാശപ്പെടാതെ നാളത്തെ ദിവസം എൻ്റെ സമയം മോശമാണ്, അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. പിന്നെ ദൈവാധീനവും അതുപോലെ തന്നെ ദശാകാലത്തിന് നേട്ടവും ഉള്ളവർക്ക് നാളത്തെ ദിവസം സാധാരണ ഒരു ജീവിതത്തിൽ കൂടി പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് നേടുന്ന ഒരു സമയമല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എവിടെ ചെന്നാലും പ്രതിസന്ധിയും കല്ലുകടിയും പ്രശ്നങ്ങളൊക്കെ അവരെ തേടി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് 2ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 2ാം ഭാവത്തിൽ ബലമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും എവിടെ വന്നു ചേരും എന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 11 നിൽക്കുന്നത് നല്ലതാണ്. നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രൻ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കൊടുക്കും. മാതാവ് മുഖേന ധനം വന്നു വരുവാനുള്ള സാഹചര്യത്തെ ഒരുക്കി കൊടുക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വത്തുവകകളിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം.
നല്ല അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. എങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളുമായിട്ട്, പ്രത്യേകിച്ച് പുത്രന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഇവർക്ക് ദോഷം ചെയ്യുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ചുമായുള്ള പ്രശ്നങ്ങളും അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള നഷ്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളതും കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ഉത്തേജനം കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല പവർ കൊടുക്കുന്നത് വ്യാഴമാണ്. വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പുത്രന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി പോകും. എന്നാൽ ചിലരെയൊക്കെ സംബന്ധിച്ച് ശാരീരികമായ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ, പനി പോലെയുള്ള ജലദോഷം പോലെയുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. എങ്കിലും തൊഴിൽപരമായി അവർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്കുണ്ടാകാം. രണ്ടിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ദുഃഖമോ വേർപാടുകളോ ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12 നിൽക്കുന്ന ചന്ദ്രൻ ജാതകർക്ക് ധനനഷ്ടം, മാനഹാനി, രോഗദുഃഖ, ദുരിത, പ്രയാസങ്ങൾ, അലസത, കാര്യപ്രാപ്തിക്കുറവ്, ശരീരത്തിൽ മുറിവുചതുകൾ, അന്യദേശവാസം, വീട് വിട്ട് മാറി താമസിക്കൽ, മാതൃക്ലേശം, അങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കാം. പക്ഷെങ്കിൽ ഇവർക്ക് ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രന് ബലം കൊടുക്കുന്ന വ്യാഴം ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും ഭാഗ്യം ഇവരെ തേടി വരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം അത്ര പൂർണ്ണമായൊരു വിജയം, നല്ല അനുഭവങ്ങളൊന്നും കന്നിക്കൂറുകാരെ തേടി വരാൻ സാധ്യതയില്ല. പിന്നെ സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന ഉള്ള ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതാണ് അവർക്ക് നേട്ടം. ഒരു സ്ത്രീയോട് ചെന്ന് 50,000 രൂപ കടം ചോദിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന സമയമാണ്. അപ്പോൾ സ്ത്രീ മുഖേന ഉള്ള ഒരു ധനപരവ് അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ്. ചെറിയ ഒരു രീതിയിൽ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വ്യാപാരികൾക്ക് വ്യാപാര വിജയം കൊടുക്കുന്നു, തൊഴിൽപരമായുള്ള നേട്ടം, ദാമ്പത്യ ജീവിത വിജയം കൊടുക്കുന്നു, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ വ്യാഴത്തിന് ശക്തി പകരുന്ന ഈ ഗ്രഹം ഇവരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രഹത്തിൻ്റെ ഗുണങ്ങളൊന്നും ഈ നാളുകാർക്ക് വന്നു ചേരണമെന്നില്ല. കാരണം ചന്ദ്രനിൽ വന്ന ഗ്രഹം 12ാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രന് ശക്തി കൊടുക്കുന്നത്, ചന്ദ്രൻ ഇപ്പോൾ അമാവാസ്യയോടനുബന്ധിച്ച് ബലമില്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രന് ബലം കൊടുക്കുന്നത് വ്യാഴമാണ്. വ്യാഴം ഈ തുലാക്കൂറുകാരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കാര്യമായ നേട്ടമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവർക്ക് നേട്ടം വന്നു ചേരുവാൻ, അതായത് ഇവരുടെ 2ാം ഭാവത്തിൻ്റെ, കുടുംബഭാവത്തിൻ്റെ, ധനഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാകട്ടെ ഇവർക്ക് ഭാഗ്യക്കേടുകളും കൊടുക്കുന്നൊരവസ്ഥയിൽ കൂടി പോകുന്നു. ഉദ്ദേശിച്ച പോലുള്ള നേട്ടങ്ങളൊന്നും തുലാക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുന്നൊരു സമയമല്ല. പ്രതിസന്ധികൾ നിറഞ്ഞൊരു അനുഭവമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനിരം, കേട്ട നാളുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നല്ലതാണ്. തൊഴിൽപരമായുള്ള നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടം, ഒരുപാട് സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷേ ചന്ദ്രൻ ബലഹീനനാണ്. എങ്കിലും ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം ഈ ചന്ദ്രന് ബലം കൊടുക്കുന്നു. ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രൻ ആ ബലത്താൽ ആണ് ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴം ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം, കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ കൊടുക്കുന്നു. എന്നാലും ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഭാഗ്യാധിപനാണ് ചന്ദ്രൻ. വൃശ്ചികക്കൂറുകാരുടെ ഭാഗ്യാധിപനാണ് ചന്ദ്രൻ. പക്ഷെങ്കിൽ ബലമില്ലാത്ത ഒരു ചന്ദ്രനായതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊന്നും തേടി വരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ്, 9ാം ഭാവത്തിലാണ് ആര് നിൽക്കുന്നു? ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രന് ബലം കൊടുക്കുന്ന ഗ്രഹം വ്യാഴം ഇവരുടെ ജന്മഭാവത്തിൽ അധിപനാണ്. വ്യാഴം 6ലാണ് നിൽക്കുന്നത്. 6ൽ നിൽക്കുന്ന വ്യാഴം ഈ നാളുകാർക്ക് കാര്യമായിട്ടുള്ള ഒരു മേൽഗതി അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നൊരു ദിവസമല്ല. എങ്കിലും അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, തിക്താനുഭവങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകത്തില്ല. കടബാധകളോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിലൊന്നും അവരെ എത്തിക്കത്തില്ല. അപ്പോൾ അതിനെയെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തി വ്യാഴമെന്ന് പറയുന്ന ശുഭഗ്രഹം ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ ശരീരത്തിന് അല്പം ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ, പ്രയാസങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. ഭാഗ്യക്കേടുകളോ
അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ആയിട്ട് സാധാരണ രീതിയിലുള്ള ജീവിതം നയിച്ചു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ ചന്ദ്രനല്ല ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രന് നാളത്തെ ദിവസം കഷ്ടത്തെ കൊടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ചന്ദ്രന് ബലമില്ല. ബലമുണ്ടെങ്കിലല്ലേ കഷ്ടതയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചന്ദ്രന് ബലം കൊടുക്കുന്ന വ്യാഴം ഇവരുടെ 5-ാം ഭാവത്തിൽ ത്രികോണ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ജാതകർക്ക് സ്വയമേ ബലം വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് കാര്യവിജയവും പല കാര്യങ്ങളിലും നേട്ടമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ചന്ദ്രൻ ഇവർക്കൊന്നും ദോഷത്തെ കൊടുക്കാൻ പറ്റത്തില്ല. ചന്ദ്രന് ഇവർക്ക് ദോഷത്തെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് യാതൊരു വക ദോഷവും സംഭവിക്കാൻ സാധ്യത. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, കാര്യവിജയം, എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കോ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ നല്ലതാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല കുടുംബം, നല്ല ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം, ധനപരമായ നേട്ടം, എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയമാണ്. പക്ഷെങ്കിൽ ചന്ദ്രൻ ഇവർക്കൊന്നും കൊടുക്കത്തില്ല. പിന്നെ ചന്ദ്രനെ വെച്ച് ചന്ദ്രൻ മുഖേന ഇവർക്ക് ഈ നേട്ടത്തെ കൊടുക്കുന്നത് ആരാണ്? വ്യാഴമാണ്. വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, ധനപരമായ വിജയം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങളും നാളത്തെ ദിവസം അനുകൂലമായി വന്നു ചേരും. പിന്നെ ദശാകാലത്തിൻ്റെ ദോഷമോ ജന്മത്തിൽ ശനി നിൽക്കുന്നതിൻ്റെ ദോഷമോ ഉള്ളവർക്ക് അതിൻ്റെതായ ഫലങ്ങളും വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളുടെ ഭാവമാണ്, ശത്രുതയുടെ ഭാവമാണ്, അതുപോലെ തന്നെ കടബാധകളാൽ ഭാരപ്പെടുന്നൊരു ഭാവമാണ്. ഈ ഭാവത്തിൽ ബലമില്ലാത്ത ചന്ദ്രൻ നിൽക്കുമ്പോൾ ഈ നാളുകാർക്കും ബലമില്ലാത്തൊരവസ്ഥയെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിത വിജയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ്. 5-ാം ഭാവത്തിൻ്റെ കാര്യവിജയഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുമ്പോൾ ഈ നാളുകാർക്ക് ഒരു കാര്യത്തിലും നേട്ടമുണ്ടാകുന്നൊരു ദിവസമല്ല. അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാത്രമല്ല ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം കൊടുക്കുന്ന വ്യാഴം ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മീനക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒരു ശുഭഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാലും നാളത്തെ ദിവസം മീനക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. 12 നിൽക്കുന്ന ശനി ഇവർക്ക് ദോഷം ചെയ്യും. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം മീനക്കൂറുകാർ കടന്നു പോകാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റേതായ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ പറ്റും. ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രതിസന്ധികളും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽപരമായുള്ള പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ, ധനദേഹ അവസ്ഥ, കടമേടിക്കേണ്ട സാഹചര്യം, ശത്രുക്കളുടെ ഉപദ്രവം, അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്ര തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും കുറവശങ്ങളും എല്ലാം മഹാദേവൻ ക്ഷമിച്ച് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.